ഹായ് ഹലോ. അപ്പോൾ അതേ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. അങ്ങനെ അതെ ഞാനും അമ്മയും കൂടെ ഇവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണേ. എനിക്ക് തോന്നുന്നു ഈ മാസം ഫസ്റ്റിലാണ് കാർണിവൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷെ ഇപ്പോഴാട്ടോ പോകാൻ പറ്റിയത്. ഇതേ പോണു അമ്മയാണെങ്കിൽ വീഡിയോയിലൊന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് ഒരിക്കൽ സെറ്റാക്കാം. അങ്ങനെ അതേ ഓട്ടോ ഒക്കെ കയറി നമുക്ക് നേരെ കാർണിവലിലോട്ട് പോവാം. ഇതാട്ടോ എൻട്രൻസ് ഒക്കെ അടിപൊളിയാട്ടോ കാണാൻ. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് പോയേ. ചെല്ലുമ്പോൾ തന്നെ ഇത് കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ചെടികൾ മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മിക്ക ചെടികളും ഒറിജിനൽ അല്ല കേട്ടോ. പിന്നെ പലതരം പക്ഷികളുണ്ട്. എല്ലാറ്റിനും കൂട്ടിലിടാതെ അഴിച്ചു വിട്ടേക്കുക കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഈ ഗിനിക്കോഴി ഉണ്ടല്ലോ, അതെല്ലാം ഓടി കളിക്കുന്ന കാണാൻ. പിന്നെ ഈ ഓരോ പക്ഷികളും മുകളിൽ കൂടെ പാറുന്നതൊക്കെ കാണാം. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം വൈബാട്ടോ അവിടെ. പിന്നെ അതേ ടർക്കി കോഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗിനിക്കോഴി ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. പിന്നെ അതേ കുറച്ച് അരയന്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുളത്തിൽ കാണുന്നത് ഒറിജിനൽ അരയന്നാണ്. ഇവിടെ ഉള്ളത് സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഈ രണ്ട് കുഞ്ഞ താറാവുകൾ സ്റ്റാച്ചു ആണ്. പിന്നെ എന്നെ കണ്ട പാടതേ ഒന്ന് മുങ്ങിയിട്ടാ. പിന്നെ ഇടാതെ അവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. എന്നെ കണ്ട് പാമ്പ് പേടിക്കേണ്ട വെച്ചിട്ട് ഞാൻ എന്നെ കയ്യിലൊന്നും എടുത്തില്ല കേട്ടോ. അല്ലാതെ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. പിന്നെ അതേ മക്കാവോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര കൊത്തലായതുകൊണ്ട് ഞാൻ അതിനെ എടുക്കാൻ പോയില്ല. എന്തിനാ വെറുതെ ഒരു കുത്ത് ഫ്രീ ആയിട്ട് കൊള്ളുന്നതെന്ന് വിചാരിച്ച്. പിന്നെ അതേ ഒരു ഗ്രീൻ കളർ ഇഗ്വാന ഉണ്ടായിരുന്നേ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ഭാഗത്തോട് ചെല്ലുമ്പം അവിടെ ഇങ്ങനെ കുറേ കൂടുകളിൽ ഇതേപോലെ തത്തകൾ, പക്ഷി, പ്രാവ്, ഇതേ ഓറഞ്ച് കളർ ഇഗ്വാന അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചില പക്ഷികളൊക്കെ എനിക്ക് പോസ് ചെയ്ത് തന്നേ. ചിലരൊക്കെ എന്നെ കണ്ടപാടെ സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടാതെ ഈ പ്രാവിൻ്റെ കൂടിൻ്റെ അകത്ത് അതേ ഒരു വെള്ള മുട്ട കണ്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ. പിന്നെ അതേ കുറേ ടോയ്സ്, ടെഡി ബിയേഴ്സ്, ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെ ഒരു നെയിൽ പോളിഷ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതേ കണ്ടോ കാറുകൾ. പിന്നെ അതേ നമ്മൾ ഗേൾസിന് ഇഷ്ടപ്പെട്ടുള്ള വളകൾ, കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നേ അവിടെ. അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ കുറേ നുറുക്കും പൊരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതാണ്ട കിടക്ക് നമ്മൾ നൊസ്റ്റാൾജിക് മിഠായി. പണ്ടൊക്കെ ഇത് എത്ര വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അല്ലേ. കയ്യിൽ കിട്ടുന്ന പോക്കറ്റ് മണികളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അവസാനം വെള്ളിയാഴ്ച ഉച്ച സമയത്തുണ്ടൊരു വാങ്ങിക്കൽ. ഹൈവ, ആ സിഗരറ്റ് മിഠായിയൊക്കെ വാങ്ങിച്ച് എത്ര ഷോ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേ അവിടെ പാനിപൂരി ഉണ്ടായിരുന്നു, സ്പ്രിങ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. സ്പ്രിങ് പൊട്ടറ്റോ ഒക്കെ ആയിരുന്നു പണ്ട്. ഇപ്പം സ്പൈറൽ പൊട്ടറ്റോ ആയി തോന്നുന്നുണ്ട്. പിന്നെ അത് വാങ്ങിച്ച് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. കോളിഫ്ലവർ നമുക്ക് വേണ്ട. പിന്നെ സ്വീറ്റ് കോൺ അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഐസ്ക്രീം അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ അതേ ഇതെനിക്ക് വേണമെന്നെല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ. പിന്നെ അതേ തീവണ്ടിയും റൈഡുകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ടേ ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. എന്നിട്ട് എന്താ കിട്ടിയെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ബൈ.